ട്രാഡ് വൈഫ്, മം ടു ബി, ബ്രൈഡ് ടു ബി, പ്രഗ്നൻസി, മം ഇൻഫ്ലുവൻസേഴ്സ് തുടങ്ങി ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന കണ്ടന്റുകൾ അനവധിയാണ്. ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഇത്തരം കണ്ടന്റുകൾ പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ മുന്നോട്ട് വയ്ക്കുന്നത് ചില പിന്തിരിപ്പൻ ആശയങ്ങളെയാണ്. പുരുഷാധിപത്യത്തിലൂന്നിയ കുടുംബ സങ്കല്പങ്ങൾ, സ്ത്രീവിരുദ്ധത, ജാതീയത, കുട്ടികളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള ലംഘനങ്ങൾ, വ്യാപാര തന്ത്രങ്ങൾ തുടങ്ങിയവയാണ് ഇത്തരം കണ്ടന്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ. കേരളീയം അടുത്തിടെ പബ്ലിഷ് ചെയ്ത ട്രാഡ് വൈഫ്, ഗർഭകാലം, കുട്ടി, പെർഫെക്റ്റ് ഫാമിലി ട്രെൻഡിലെ പൊള്ളത്തരങ്ങൾ എന്ന അനിഷ മെൻഡസ് എഴുതിയ ലേഖനം ഇത്തരം കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വിശകലനം ചെയ്തിട്ടുള്ളതാണ്. ഈ കണ്ടന്റിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി ലേഖനത്തിന്റെ റൈറ്ററും നമ്മുടെ സബ് എഡിറ്ററുമായ അനിഷ ചേരുന്നു. അനിഷ, എന്താണ് ട്രാഡ് വൈഫ്? കേരളത്തില് ഇത്തരം ട്രാഡ് വൈഫ് കണ്ടന്റുകൾക്ക് എത്രത്തോളം സ്വീകാര്യത ലഭിക്കുന്നുണ്ട്? ട്രാഡ് വൈഫ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ വൈഫ്. ട്രഡീഷണൽ വൈഫ് എന്ന വാക്കിന്റെ ഒരു ചുരുക്കപ്പേരാണ് ട്രാഡ് വൈഫ് എന്ന് പറയാം. മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ പരമ്പരാഗത സ്ത്രീ എന്നൊക്കെ പറഞ്ഞു വെക്കാറുണ്ടല്ലോ അങ്ങനെ വാക്കുകൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതൊരു 2018 കാലത്തൊക്കെ വിദേശത്ത് ഇത്തരം ട്രാഡ് വൈഫ് കണ്ടന്റുകൾ വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഭർത്താവ്, കുട്ടികൾ, കുടുംബം, ഇതിനു വേണ്ടിയിട്ട് ഭർത്താവിനെ നോക്കുക, കുട്ടികളെ നോക്കുക, കുടുംബം നോക്കുക, ഇതായിരിക്കും ഇത്തരം സ്ത്രീകൾ, വിവാഹിതരായ സ്ത്രീകളായിരിക്കും ഇവർ ചെയ്യുന്നത്. ഇത് കണ്ടന്റ് ആക്കി പല സമൂഹ മാധ്യമങ്ങൾ വഴി ഇവർ കണ്ടന്റ് ആക്കി പുറത്തേക്ക് വിടുന്നു. അപ്പൊ ഇത്തരം കണ്ടന്റുകളുടെ പ്രധാന വിഷയങ്ങൾ വീട്ടില് ഭർത്താവിന് കുക്ക് ചെയ്ത് കൊടുക്കുക, കുട്ടികൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കുക, ഇവരെ കെയർ ചെയ്യുക, വീട് പരിചരിക്കുക, അത്തരം കാര്യങ്ങളായിരിക്കും ഇവരുടെ കണ്ടന്റുകളുടെ ഏരിയാസ് വരുന്ന. കേരളത്തിൽ ഇത്തരം കണ്ടന്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2018 മുതലേ വിദേശത്ത് പലയിടത്തും ഇത്തരം കണ്ടന്റുകളുണ്ട്. വേൾഡ് ഗ്ലോബലി സെലിബ്രേറ്റ് ചെയ്ത ഒരുപാട് ട്രാഡ് വൈഫ്മാരുണ്ട്. ഇപ്പോൾ ഹന്ന നീൽമാൻ എന്ന് പറയുന്ന ഒരു ട്രാഡ് വൈഫ് ഭയങ്കര സെലിബ്രേറ്റഡ് ട്രാഡ് വൈഫാണ്. അതുപോലെ തന്നെ നാര സ്മിത്ത് എന്ന് പറയുന്ന ഒരു ട്രാഡ് വൈഫ് ഉണ്ട്, ഗ്ലോബലി സെലിബ്രേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ ഇവരുടെ കണ്ടന്റുകളും ഇത്തരത്തില് ഇവർക്ക് വലിയ ഫോളോവേഴ്സും, അതെ, വളരെ വലിയ ഫോളോവേഴ്സ് ഉള്ള ട്രാഡ് വൈഫ്മാരാണ്. സ്നേഹ ചോദിച്ച പോലെ കേരളത്തിൽ ഇത്തരം ഇപ്പോൾ ഹന്ന നീൽമാനെയോ നാര സ്മിത്തിനെയോ പോലെ എക്സാക്ട്ലി അത്തരത്തിലാണോ ഇവിടുത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ട്രാഡ് വൈഫ്മാർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ പല ഷെയ്ഡ്സും ഉണ്ട്. ഇപ്പൊ കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് വരുമ്പോൾ പല ഷെയ്ഡ്സും നമുക്ക് ഇവിടുത്തെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിലും കാണാൻ പറ്റും, പല തരത്തില്. പലപ്പോഴും ഇവിടുത്തെ കണ്ടന്റുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുടുംബം, ഭർത്താവ്, കുട്ടികൾ, അത്തരത്തില് കെയർ ചെയ്യുന്ന കണ്ടന്റുകളെ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ചിലർ രാവിലെ എണീക്കുന്നത് തന്നെ വളരെ ഏർലി മോർണിംഗ് എണീക്കുക, ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ, ജോലിക്ക് പോകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക, കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങളാണ് കണ്ടന്റ് ആയിട്ട് കാണിക്കുന്നത്. ഇവര് പലപ്പോഴും ഈ ട്രാഡ് വൈഫുമാര് വേറെ പുറത്ത് ജോലിക്കൊന്നും പോകുന്നില്ലായിരിക്കും. അപ്പൊ ഈ വേറെ പുറത്ത് ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവര് സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകാത്തവരാണ് എന്നല്ല, ഇവരുടെ ചോയ്സ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഞങ്ങൾ പുറത്ത് ജോലിക്ക് പോകുന്നില്ല, ഞങ്ങൾ ഇതുപോലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി വീട്ടിലിരിക്കാൻ താല്പര്യപ്പെടുന്ന സ്ത്രീകളാണ്, ഇത് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവര്. ഇവര് ചെയ്യുന്ന വീഡിയോകളിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, കംപ്ലീറ്റ്ലി വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെ വീഡിയോ എടുത്ത് അവതരിപ്പിക്കുകയാണ്. അതിപ്പം ഇവര് ബെഡിൽ നിന്ന്, ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് വരെ ക്യാമറ ഓൺ ചെയ്ത് അവിടെ ഉണ്ടാവും. അതെ, വിഷ്വലി ഷൂട്ട് ചെയ്ത് പിന്നെ ഇവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഇവരുടെ കണ്ടന്റിനുള്ളിൽ ഇങ്ങനെ കാണിച്ചു പോവുകയാണ്. അന്ന് രാവിലെ എണീറ്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും, അത് ഞാൻ ഇന്നതുണ്ടാക്കി, ഇന്നത് കൊടുത്തു വിട്ടു, എന്നിട്ട് ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞു പോകുന്ന കണ്ടന്റുകളാണ് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കേരളത്തിൽ കൂടുതലും പേരും ചെയ്യുന്നത്. പിന്നെ ഇതിന് വ്യൂവേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ സ്റ്റോറി തുടങ്ങിയെടുത്ത് തന്നെ വെച്ചിരിക്കുന്നത് ഇത്തരം കണ്ടന്റുകൾക്ക് അടിയിൽ വന്ന കമന്റുകളാണ്. അപ്പൊ ഇവര് നല്ല അമ്മ, നല്ല ഭാര്യ, നല്ല മകൾ, നല്ല കുടുംബിനി എന്നൊക്കെ പറഞ്ഞ് ഐഡിയലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരുപാട് കമന്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് വലിയൊരു പിന്തുണ ഉണ്ട്. ഇത്തരം വീഡിയോകൾക്ക് മില്യൺ വ്യൂ കിട്ടുന്ന വീഡിയോകളുണ്ട്. അവരെ ഐഡിയലൈസ് ചെയ്യുന്നൊരു രീതി ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിലും അതിന് പിന്തുണയുണ്ട്, വ്യൂവേഴ്സ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ഈ കണ്ടന്റുകളിലൂടെ പോയപ്പോൾ മനസ്സിലാക്കിയത്. പിന്നെ പലരും ബ്യൂട്ടി വ്ളോഗ്, ഇതിന്റെ ഭാഗമായി നമ്മൾ
കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഫോളോ ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പം ഈ ബ്യൂട്ടി വ്ളോഗ്സ് ഒക്കെ തുടങ്ങിയ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും കുറച്ചുകൂടെ വ്യൂവർഷിപ്പും ഒക്കെ ഇതിന് കിട്ടും എന്ന് കണ്ടിട്ട് ഈ ബ്യൂട്ടി വ്ളോഗ്സിൽ നിന്ന് മാറി ട്രാഡ് വൈഫ് കണ്ടന്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ചിലരാണെങ്കിൽ പഴയ കാലത്ത് വിറകടുപ്പ്, അതുപോലെ ചെറിയ ചാണകമൊക്കെ മെഴുക്കിയ തറ, അത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുക. എന്നിട്ട് പറമ്പിൽ നിന്ന് പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് മുറ്റത്തും അങ്ങനെയുള്ള സ്ഥലത്തിരുന്ന് കുക്ക് ചെയ്യുന്ന രീതിയിൽ അരകല്ല്, ആട്ടുകല്ല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താണ് ഞങ്ങളുടെ വീട്ടിൽ എന്നും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നാണ് ആ രീതിക്കാണ് അവർ പ്രസന്റ് ചെയ്യാറുള്ളത്. അതെ അതെ, അത്തരം കണ്ടന്റുകളും കേരളത്തില് പോകുന്നുണ്ട്. ഇവര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആളുകൾ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയല്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് അവരുടെ ഭർത്താക്കന്മാർക്കും അങ്ങനെ ഒരു ചിന്ത വരാനുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ വൈഫ് ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയും കൂടെ അതിൽ വരുമല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ കമന്റ് സെക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ പുറത്ത് ജോലിക്ക് പോകുന്ന പല സ്ത്രീകളും അത്തരത്തിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും ഒന്നും ഞങ്ങളുടെ ഭർത്താവിനോ കുടുംബത്തിനോ മക്കൾക്കോ വേണ്ടി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു റിഗ്രറ്റോട് കൂടി കമന്റ് ചെയ്യുന്ന കമന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ പല പുരുഷന്മാരും ഇവരാണ് കേരളത്തിലെ മാതൃകാ കുടുംബിനി എന്ന തരത്തിൽ കമന്റ് ചെയ്യുന്നത് കാണാം. ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഇതെല്ലാം ഇൻഫ്ലുവൻസിന്റെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പലപ്പോഴും ഈ ഇൻഫ്ലുവൻസേഴ്സ് അവരെ ഈ അടുക്കള പണികളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട് വരുന്നത് ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡോ ഒക്കെയാണ്. അപ്പൊ പലപ്പോഴും അവരുടെ അധ്വാനം അവിടെ ലഘൂകരിക്കപ്പെടുക, അല്ലെങ്കിൽ കാണുന്നില്ലല്ലോ അധ്വാനം. കാരണം ഔട്ടില് ഇത് മാത്രമേ എല്ലാം അറേഞ്ച് ആയിട്ടിരിക്കുന്നു എന്നുള്ള ഒരു സംഗതിയല്ലേ വരുന്നത്. ഇത്തരം വീഡിയോകൾ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഒരു ഫുൾ വീഡിയോ ആയിട്ട് കണ്ടന്റുകൾ വരുന്നത് വളരെ കുറവാണ്. കൂടുതലും നമ്മൾ നോക്കിയാൽ ഒരു ഇൻസ്റ്റഗ്രാം റീലിന്റെ ടൈം അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഷോർട്സിന്റെ ടൈമിൽ ഒരു വീട്ടിലെ ജോലികൾ കംപ്ലീറ്റ് 1 മിനിറ്റിലോ 2-3 മിനിറ്റിലൊക്കെയാണ് ഇവർ കാണിക്കുന്നത്. എന്നാൽ ഇത് കാണുന്നവരെ സംബന്ധിച്ച് ഓക്കെ, ഒരാൾ രാവിലെ എണീറ്റ് ഇത്രയും കാര്യങ്ങൾ ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് തോന്നാം. പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ നമുക്കറിയാം. നമ്മളൊരു വീട്ടിലെ കാര്യങ്ങൾ ഇപ്പം നാളെ എന്ത് കുക്ക് ചെയ്യണം എന്നുള്ള ആലോചന തലേ ദിവസം ചിലപ്പോൾ സ്ത്രീകൾ തുടങ്ങേണ്ടി വരും. പാചകം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പെട്ടെന്നൊരു സമയം കൊണ്ടല്ല, അതിന് മുമ്പ് കുറേ പ്രോസസ്സ് ഉണ്ട്. ഇപ്പം അരിയുക, അതിൻ്റെ തൊലി ഉരിക്കുക, പീലിംഗ് പോലത്തെ പരിപാടികൾ, അരയ്ക്കുക, അങ്ങനത്തെ കുറേ പ്രോസസ്സ് ചേർന്ന വളരെ ഈ ആലോചന തൊട്ട് തലേ ദിവസത്തെ ആലോചന തൊട്ട് തുടങ്ങുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ഇതിനെയാണ് ഇവരൊരു 1 മിനിറ്റ് റീലാക്കിയോ ഒരു ഷോർട്സ് ആക്കിയോ ഒക്കെ കാണിക്കുന്നത്. അത് അതിൻ്റെ ആ ഒരു ലേബറിന്, യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഒരു ലേബറിന് കുറച്ച് കാണിക്കുന്ന ഒരു രീതിയാണ് ഈ പ്രൊമോട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ കിച്ചണിൽ നമുക്കറിയില്ല ഇവരുടെ കിച്ചണിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ, ഇതിന് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ കണ്ടന്റിൽ ഒപ്പീനിയൻ പറഞ്ഞ ഭവാനി കുഞ്ഞുലക്ഷ്മി പറയുന്നുണ്ട്, പലപ്പോഴും ഇത്തരം സ്ത്രീകളുടെ അടുക്കളകളിൽ ബഹുജൻ സ്ത്രീകളായിരിക്കാം വലിയൊരു പങ്കും ജോലിയും ചെയ്യുന്നത്. പക്ഷേ ക്യാമറയ്ക്ക് മുമ്പിൽ അവർ വിസിബിൾ ആകണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ ഇവരുടെ അടുക്കളകളൊക്കെ വളരെ ക്ലീൻ അടുക്കളയായിരിക്കാം. ഇവർ വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഫുൾ മേക്കപ്പ് ഒക്കെ ഇട്ട് നിന്നാണ് ഈ കുക്കിംഗ് പരിപാടികളും വീട്ടിലെ സകല പരിപാടികളും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കണ്ടന്റ് ആണെന്ന് ഇത് കാണുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നില്ല, അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ അടുക്കള ഇതുപോലെ അല്ലല്ലോ എന്നുള്ളൊരു കമ്പാരിസൺ അവിടെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ കണ്ടന്റുകൾ നോക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചതും പിന്നെ നമ്മുടെ കണ്ടന്റിൽ ഒപ്പീനിയൻ പറഞ്ഞിരുന്ന മായ പ്രമോദ് അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ പലരുടെയും വീടുകളിലുള്ള ഉപകരണങ്ങൾ വളരെ അത്യാധുനികമായ ഉപകരണങ്ങൾ അടുക്കളയിലുണ്ട്. ഇപ്പം അരിയാൻ വരെ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷേ എല്ലാ സ്ത്രീകൾക്കും അത്തരത്തില് അത്യാധുനിക ഉപകരണങ്ങളുള്ള അടുക്കളകളോ അല്ലെങ്കിൽ അത്രയും സൗകര്യങ്ങളുള്ള ഒന്നും ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വളരെ ഷോർട്ട് ടൈമിൽ കണ്ടു തീർക്കുന്ന വളരെ അധ്വാനമേറിയ ഒരു ജോലിയാണ് ഈ ഷോർട്ട് ടൈമിൽ കണ്ടു തീർക്കുന്നത്. ഇതിന് പിന്നിൽ ചിലപ്പോൾ പലരുടെയും അധ്വാനം ഉണ്ടായിരിക്കാം. ഞാൻ ഈ നേരത്തെ
ചൂണ്ടിക്കാണിച്ച കമന്റിൽ പറയുന്ന പോലെ വളരെ വലിയൊരു വിഭാഗം മനുഷ്യരുടെ അധ്വാനം ഉണ്ടായിരിക്കാം. ഇതുപോലെ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ കാണുമ്പോൾ ഇതൊന്നും വിസിബിൾ ആയിരിക്കണം. അവർ കാണിക്കുന്നത് അത്രയല്ലേ ഉള്ളൂ. 1 മിനിറ്റ് വീഡിയോയിൽ അവർ ചെയ്യുന്ന വലിയ മണിക്കൂറുകളോളം ചെയ്യുന്ന ഒരു അധ്വാനത്തെ അവർ ലഘൂകരിച്ച് കാണിക്കുകയാണല്ലോ ചെയ്യുന്നത്. പിന്നെ അനുഷ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ചോയ്സുകൾ, അതായത് ഈ ട്രാഡ് വൈഫ് കണ്ടന്റുകൾ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നു ഇത് ഞങ്ങളുടെ ചോയ്സ് ആണ്, ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് ഭർത്താവിൻ്റെ കാര്യം നോക്കുന്നു, അത് ഒരു കണ്ടന്റാക്കി അടുക്കള പണി ചെയ്യുന്നു, അതൊരു കണ്ടന്റാക്കി ഞങ്ങൾ യൂട്യൂബിലിടുന്നു, പൈസ വാങ്ങുന്നുണ്ട്. ശരിക്കും ഇതൊരു ചോയ്സ് ആണോ? അവർ സ്വയമേ എടുത്തൊരു തീരുമാനമാണോ ഇത്? ശരിക്കും പറഞ്ഞാൽ ഒരു പിന്തിരിപ്പൻ ആശയം കൂടിയല്ലേ? ചോയ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ കണ്ടന്റിൽ ഒപ്പീനിയൻ പറഞ്ഞ ഗവേഷകയായ ഭവാനി കുഞ്ഞുലക്ഷ്മി പറഞ്ഞ ഒരു ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവർ ഫെമിനിസത്തെ ആയുധമാക്കിക്കൊണ്ട് ഇത് ഞങ്ങളുടെ ചോയ്സ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. ട്രാഡ് വൈഫ് എടുക്കുന്ന ചോയ്സ് വ്യക്തിപരമെന്ന് പറയുമ്പോഴും അത് കളക്റ്റീവ് ഹാം ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ അവർ ചില ആശയങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നത് മൊത്തം സ്ത്രീകൾക്കും കളക്റ്റീവ് ഹാമായി മാറുകയാണ്. അവരുടെ മാത്രം ഒരു പേഴ്സണൽ ചോയ്സ് അല്ല. ആ ഒരു മൊമെന്റിൽ ഇത് സ്ത്രീകളുടെ മൊത്തം ഏജൻസിയാണ് ചോദ്യം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഇത് ചോയ്സ് ആണെന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ സ്ത്രീകൾ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും അത്തരത്തിൽ ജോലിക്ക് പോകാതിരിക്കാനുള്ളൊരു പ്രിവിലേജ് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്നേഹ ഇപ്പൊ പറഞ്ഞിരുന്നു ഇവർക്ക് ഇതുവഴി വരുമാനം കിട്ടുന്നുണ്ട് എന്ന്. പക്ഷെ ഇത് കാണുന്ന വലിയൊരു സമൂഹം ഇത് ഇവര് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. അവർ പലപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഈ ട്രാഡ് വൈഫ് കണ്ടന്റിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയാവുന്ന തരത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്. അവരോട് ഒരു അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, ഇത് വളരെ റിഗ്രസീവ് അല്ലേ, വീട്ടില് ജോലി ചെയ്യുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ കണ്ടന്റ് ആക്കുന്നത്, ഇന്നത്തെ കാലത്ത് പഠിച്ച് ജോലി വാങ്ങിക്കുക എന്നൊക്കെ ഉള്ളതല്ലേ, പെൺകുട്ടികളോട് എല്ലാവരും ഇപ്പം സൊസൈറ്റി മൊത്തത്തിൽ അങ്ങനെ ഒരു ചേഞ്ച് കൂടെ പോകുന്ന ഒരു സമയമല്ലേ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് എനിക്ക് ജോലിയുണ്ട്, ഞാൻ കണ്ടന്റ് ക്രിയേഷൻ വഴി നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവർ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിവിലേജ് ഉള്ള സ്ത്രീകൾക്ക് അത്തരം സമയമുള്ള ഇത് ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ, ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഇവർ എണീക്കുന്നത്. ആ എണീക്കുന്നത് അതിനും സമയം വേണം. അതായത് ഈ രാവിലെ ഇത്ര മണിക്ക് ഒരാൾക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഇവർക്ക് ഇത് ഷൂട്ട് ചെയ്യണം. അതിനും സമയമുള്ള അത്തരം പ്രിവിലേജുകളുള്ള സ്ത്രീകൾക്ക് മാത്രം പറ്റുന്ന പണിയാണ്. അതുകൊണ്ട് ഇത് ചോയ്സ് ആണ് എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നതിനകത്തൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ അവർ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം, ചെറുപ്പം തൊട്ടേ എനിക്ക് വിവാഹം കഴിച്ച് വീട്ടമ്മയായി ഇരിക്കാനാണ് താല്പര്യം, എനിക്ക് പഠിക്കുന്നതിനോടൊന്നും താല്പര്യമില്ല, ഇതെന്റെ ചോയ്സ് ആയിരുന്നു എന്നാണ് അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ യങ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ഇൻഫ്ലുവൻസ്ഡ് ആവാം. അവർക്കിതിപ്പോ ഇത്രത്തോളം വ്യൂവേഴ്സിനെ കിട്ടി, ഇതൊരു വരുമാന മാർഗമായി എന്ന് പറഞ്ഞത് കൊണ്ട് നാളെ ഒരു സമയത്ത് ഇത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി ഞാൻ ട്രാഡ് വൈഫ് ആയി കണ്ടന്റ് ചെയ്താൽ എനിക്ക് ഫോളോവേഴ്സിനെ കിട്ടും, അതിനൊരു ഉറപ്പുള്ളൊരു കാര്യമല്ല. ഇതൊരു കരിയറോ പ്രൊഫഷനോ ആക്കാൻ മുന്നോട്ട് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയും കൂടാണ്. പലപ്പോഴും ഇപ്പോഴത്തെ കണ്ടന്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ പെണ്ണ് കാണല് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ കല്യാണം തന്നെ ഒരു വലിയ ഒരുപാട് കണ്ടന്റുകൾ ചെയ്യാനുള്ള ഒരു ചടങ്ങാണ്. പിന്നെ അതുപോലെ ഗർഭധാരണം, പിന്നെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടി തന്നെ ഒരു കണ്ടന്റായിട്ട് മാറുന്നു. അപ്പൊ ഇവിടെയൊക്കെ ഇത്തരം കണ്ടന്റുകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്താണ്? ഇതൊരു വലിയ PR ഇതിന്റെ പുറത്ത് നടക്കുന്നുണ്ട്, അതുപോലെ വലിയ മാർക്കറ്റിംഗ് ഇതിന്റെ പുറമെ നടക്കുന്നില്ലേ? ആക്ച്വലി ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഒരുപാട് പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരും കൂടാണ്. ഇപ്പോൾ സ്നേഹ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ പെണ്ണുകാണൽ ചടങ്ങ് തുടങ്ങി, പിന്നെ കല്യാണം ആവുന്നു, കുട്ടിയാവുന്നു, ഈ ഒരു പീരീഡിനിടയ്ക്കെല്ലാം ഇവർ പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ ഈ കണ്ടന്റുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പെണ്ണ് കാണലിൽ തുടങ്ങി പിന്നീട് കുറേ ചടങ്ങുകളുണ്ട്. മുമ്പ് കേരളത്തിൽ അത്ര കണ്ട് പരിചിതമല്ലാതിരുന്ന ഹൽദി, ബ്രൈഡ് ടു ബി, സംഗീത്, പിന്നെ കല്യാണം,
കല്യാണം കഴിഞ്ഞ് ഉള്ള ചടങ്ങുകൾ, പിന്നെ പ്രഗ്നൻസി ഒരു കണ്ടന്റ് ആണ്. ഒരുപാട് Pregnancy വലിയ കണ്ടന്റ് ആണ്. അതെ അതെ, പ്രഗ്നൻസി കണ്ടന്റ്, പിന്നെ വളകാപ്പ്, പിന്നെ കുട്ടിയാവുന്നു, കുട്ടിയുടെ നൂലുകെട്ട്, ബർത്ത്ഡേ, പിന്നെ അടുത്ത കുട്ടി, ഇങ്ങനെ ഈ കണ്ടന്റുകളുടെ ഞാൻ ആ ആർട്ടിക്കിൾ എഴുതിയിരുന്നു, പെരുമഴക്കാലമാണെന്ന് പറഞ്ഞ കണക്ക് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കണ്ടന്റുകളുടെ ഇടയിൽ ഇവർ കൃത്യമായി മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. ഇപ്പൊ കുട്ടിയുടെ പ്രഗ്നൻസി പീരീഡിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കണ്ടന്റ് ആണ് ബാക്ക് പാക്കിംഗ് എന്ന് പറഞ്ഞത്. അതായത് ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പ് ബാക്ക് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി മിക്ക ഇൻഫ്ലുവൻസർമാരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന പ്രോഡക്ട്സ് ഒക്കെ പല കമ്പനികളുടെ പ്രോഡക്ട്സ് പ്രൊമോഷനാണ് ആ കണ്ടന്റ് വഴി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രഗ്നൻസി പീരിയഡിൽ ഭക്ഷണങ്ങളോടുള്ള കൊതി എന്നൊക്കെ പറഞ്ഞിട്ടും പലതരത്തിൽ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡി ഉപയോഗിക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് പല പ്രോഡക്ട്സും പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത്തരം കണ്ടന്റുകളിലൂടെ. കണ്ടന്റ് പ്രൊമോഷനാണ് ഒരു സൈഡിൽ ഇത്തരത്തിൽ നടക്കുന്നത്. പിന്നെ കൾച്ചറലി ഇത് വളരെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഇതുവരെ പരിചിതമല്ലാതിരുന്ന ഒരുപാട് ചടങ്ങുകൾ വരുന്നു. അതും ഹൽദിയൊക്കെ ഇപ്പൊ എല്ലാ വീട്ടിലും കല്യാണ തലേന്ന് ഉണ്ടാവാറുണ്ട്. എല്ലാ വീടുകളിലും സാധാരണക്കാരും അതിപ്പോ വ്യാപകമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഒരു കൾച്ചറിന്റെ ഭാഗമായി മാറുവാണ്. ഇപ്പൊ വളകാപ്പൊക്കെ കേരളത്തിന്റെ കൾച്ചറിന്റെ ഭാഗമായിരുന്നു എന്ന് തന്നെ സംശയമുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഇവിടെ എല്ലാരും ആഘോഷിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു. ഇതൊക്കെ വളരെ പ്രൊഫഷണലായി ഷൂട്ട് ചെയ്ത് അതിന്റെ വീഡിയോയായും ഫോട്ടോയായും സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇവര് പ്രചരിപ്പിക്കുന്നു, കണ്ടന്റാക്കി മാറ്റുന്നു. ഇവർക്കിത് പൈസ കിട്ടുന്നുണ്ട്. ഇവര് പലതും ഇവരുടെ പെയ്ഡ് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം കണ്ടന്റ് ആവുന്നത്. പക്ഷെ കാണുന്ന നമ്മളാരും ഇത് പ്രൊമോഷന്റെ ഭാഗമാണോ എന്ന് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ നമ്മളും ഇതെല്ലാം ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ കണ്ടന്റുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവര് യൂട്യൂബിലാണെങ്കിൽ ആ വീഡിയോ ഇടുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അവര് ഏത് പേജിൽ നിന്നാണോ അത് വാങ്ങിയത് അത് മെൻഷൻ ചെയ്യും. പിന്നെ അതിൽ കൂടുതൽ ക്ലിക്സ് പോകുമ്പോഴാണ് ഇവർക്ക് ഇവരുടെ വരുമാനം എത്ര രൂപ ഇവർക്ക് കിട്ടുന്നുള്ളതും കൂടെ ആ ക്ലിക്കിലാണ് നിശ്ചയിക്കപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കിയത്. ഇവരുടെ പേര് വെച്ചിട്ട് ഓഫർ ഒക്കെ ഉണ്ട്. ഈ കോഡും കൂടെ കൊടുത്താൽ, നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ട് ഈ കോഡും കൂടെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഓഫർ കിട്ടും എന്നൊക്കെ തരത്തിലാണ് ഇവര് കണ്ടന്റിനുള്ളിൽ ഈ സാധനം പെയ്ഡ് പ്രൊമോഷൻ ഒളിപ്പിച്ച് കിടത്തുന്നുണ്ട്. ഇത് മാർക്കറ്റ് സൈഡും ഒക്കെയാണ്. പക്ഷെ വേറൊരു തരത്തിൽ നോക്കിയാൽ ഇത്തരത്തില് പെണ്ണ് കാണൽ മുതൽ ഞാൻ ഈ പറഞ്ഞ കുട്ടിയാകുന്ന പ്രോസസ്സ് വരെയുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് റോളിനെ വേറൊരു തരത്തിൽ സൊസൈറ്റിയിൽ വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ് ഈ കണ്ടന്റുകളുടെ പോക്കെന്ന് പറയാൻ പറ്റും. കാരണം ഈ കണ്ടന്റുകളിലെല്ലാം വരുന്നത് സ്ത്രീയും സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് റോളുമാണ്. വിവാഹമാവട്ടെ, പ്രഗ്നൻസി ആവട്ടെ, എല്ലാം. പിന്നെ ഇനി കുട്ടിയായി കഴിഞ്ഞ് കുട്ടിയുടെ മാതൃത്വം എന്ന രീതിയിലാണ് ആ കണ്ടന്റുകളുടെ പോക്ക്. അപ്പോൾ വേറൊരു തരത്തില് റീപ്രൊഡക്റ്റീവ് റോളിനെയാണ് ഇവർ ഇതുവഴി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രഗ്നൻസി ഇത്തരം കണ്ടന്റുകൾ പറയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് ഇവരുടെ ഡെലിവറി. ഇവർ പലപ്പോഴും കേരളത്തിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളിൽ, വലിയ പൈസയൊക്കെ ആവുന്ന ഹോസ്പിറ്റലുകളിലായിരിക്കാം ഇവരുടെ ഡെലിവറി കാണിക്കുന്നത്. അത്തരം ഹോസ്പിറ്റലുകളുടെ പ്രൊമോഷൻ ആണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് പലപ്പോഴും ആ വീഡിയോ കണ്ടന്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. ആ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങള് എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രമുഖ യൂട്യൂബർ ഉണ്ട്. അപ്പോൾ അവര് ആദ്യത്തെ കുഞ്ഞിന്റെ പ്രസവവും രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രസവവും ഒരേ ഹോസ്പിറ്റലിലാണ് ചെയ്തത്. ആ ഹോസ്പിറ്റലിനെ പറ്റിയും ആ ഹോസ്പിറ്റലിലെ നേഴ്സുമാരെ പറ്റിയും ഒരു വീഡിയോ തന്നെ ചെയ്തതായിട്ട് കണ്ടിട്ടുമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതും ഒരു പ്രൊമോഷന്റെ ഭാഗം തന്നെയാണ് തോന്നുന്നു. അതെ അതെ, അത് ഒരാൾ മാത്രമല്ല. നമ്മൾ ഇത്തരത്തില് പ്രഗ്നൻസി ഡെലിവറി വീഡിയോസ് അടുത്ത കാലത്ത് വന്നതൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇത്തരത്തില് ഹോസ്പിറ്റലുകളുടെ പ്രൊമോഷൻ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് അവരുടെ ഡെലിവറി വീഡിയോസ്. അത് പെയിൻഫുൾ ആയിട്ടുള്ള മൊമെന്റ്സിലും ഒക്കെ കണ്ടന്റുകൾ ഷൂട്ട് ചെയ്ത് അവതരിപ്പിക്കുന്ന കണ്ടന്റുകളാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ അനിഷ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ട്, കേരളത്തില് ഇൻഫ്ലുവൻസേഴ്സ് കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
ഇപ്പോൾ കുട്ടിയായതിനു ശേഷം കുട്ടി തന്നെ ഒരു കണ്ടന്റ് ആയിട്ട് മാറുകയാണ്. കുട്ടി ആദ്യമായിട്ട് സംസാരിച്ചത് എന്ത്, കുട്ടി ആദ്യം കഴിച്ചത് എന്ത്, കുട്ടിയുടെ കൂടെ പുറത്തു പോകുന്ന വീഡിയോ ഇടുന്നു. അതുപോലെ രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നു, അതും ഒരു കണ്ടന്റ് ആവുന്നു. അപ്പോൾ പേര് റിവീൽ ചെയ്യുന്ന ചടങ്ങ്, അങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ കുട്ടികളുമായിട്ട് ബന്ധിപ്പിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ സ്വകാര്യതയ്ക്ക് എവിടെയാണ് പാരൻസ് വില കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുട്ടി എന്തുകൊണ്ട് കണ്ടന്റ് ആക്കപ്പെടുന്നു? ഇത്തരം കണ്ടന്റുകൾ എന്താണ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം? കുട്ടികൾ എന്തുകൊണ്ട് കണ്ടന്റ് ആക്കപ്പെടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, കുട്ടികളെ എല്ലാവർക്കും പൊതുവെ കുട്ടികളുടെ കാര്യങ്ങൾ കാണാൻ ഇഷ്ടം ആണ് പൊതുവെ ആളുകൾക്കെല്ലാം. അതുകൊണ്ട് തന്നെ ആ കുട്ടി ആയിക്കഴിഞ്ഞാൽ കുട്ടി ഫോക്കസ് ആവുന്നതിന്റെ പ്രധാന കാരണം അതാണ്. അതിന്റെ വ്യൂവർഷിപ്പ് ഇപ്പം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെയും കുട്ടികളായിക്കഴിഞ്ഞുള്ള വീഡിയോയുടെ അടിയിലെ കമന്റ്സും വ്യൂവർഷിപ്പും ഒക്കെ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പക്ഷെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ്. അതായത് കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ നമുക്ക് തീരുമാനം എടുക്കാം എന്നല്ല. കുട്ടികൾക്ക് അവകാശങ്ങളുണ്ട്, കുട്ടികൾക്ക് അഭിപ്രായങ്ങളുണ്ട്. വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടൊരു മമ്മി ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു, റൂബി ഫ്രാങ്ക് എന്നായിരുന്നു അവരുടെ പേര്. അവരുടെ മകള് എഴുതിയൊരു പുസ്തകത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ഞാൻ അതെന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ദ ഹൗസ് ഓഫ് മൈ മദർ, എ ഡോട്ടേഴ്സ് ക്വസ്റ്റ് ഫോർ ഫ്രീഡം എന്നാണ്. റൂബിയുടെ മകള് ഷാരി ഫ്രാങ്ക് അമ്മയ്ക്കെതിരെ രംഗത്ത് വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഈ റൂബി ഫ്രാങ്ക് കുട്ടികളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ അറസ്റ്റിലാവുകയൊക്കെ ചെയ്ത സ്ത്രീയാണ്. സന്മാർഗികമോ ധാർമ്മികമോ ആയ ഒരു കുടുംബ വ്ലോഗർ ഇല്ല എന്നാണ് ഈ റൂബി ഫ്രാങ്കിന്റെ ഈ പുസ്തകം എഴുതിയ മകള് ഷാരി ഫ്രാങ്ക് പറഞ്ഞത്. അപ്പോൾ കുട്ടികളെ എത്രത്തോളം ഇത്തരം കണ്ടന്റ് ക്രിയേഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് വളരെ വലിയൊരു എക്സാമ്പിൾ ആണ് ഇത്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇതുപോലെ. ഈ കുട്ടികളുടെ കണ്ടന്റുകൾ, അതായത് കുട്ടികളുമായി ബന്ധപ്പെട്ട ഫോട്ടോകളാവട്ടെ വീഡിയോകളാവട്ടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഷെയറിംഗ് എന്നാണ് പറയുന്നത്. അപ്പം ഇതെങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഒരു 7 or 8 വയസ്സുള്ളൊരു പെൺകുട്ടി അതിൻ്റെ അമ്മയോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നമുക്കത് കാണാൻ പറ്റും. എന്തിനാണ് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തത്? പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവളുടെ ആവശ്യം കൺസെന്റ് ചോദിക്കാമായിരുന്നു എന്നുള്ളതാണ്. 8 വയസ്സുകാരിയും പറയുന്നുണ്ട്, 8 വയസ്സുകാരിക്കും അഭിപ്രായമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതിൽ 18 വയസ്സുകാരനും ഇതേ ക്വസ്റ്റ്യൻ, ടീഷർട്ട് ഇല്ലാതിരുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ഇവിടുത്തെ മമ്മി ഇൻഫ്ലുവൻസേഴ്സിന്റെ കണ്ടന്റുകൾ എടുത്ത് നോക്കിയാൽ ഇവര് കുട്ടികളുടെ സ്വകാര്യതയെ മാനിച്ചിട്ടല്ല, കുട്ടികൾ വളരെ വിസിബിൾ ആണ് ഇവരുടെ വീഡിയോയിൽ. ഇതിന്റെ ഇടയിലെ കമന്റ് നോക്കിയാലും ഇത് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഇവരെ ബാധിക്കില്ലേന്ന് തോന്നും. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഇവര് എന്നും കാണുന്ന കുഞ്ഞുങ്ങളാണ്. ഇവരുടെ വീട്ടിൽ കുട്ടികളായി ട്രീറ്റ് ചെയ്യാണ്. അതെ, നമ്മളുടെ കുഞ്ഞുങ്ങൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇത്തരത്തില് കുഞ്ഞുങ്ങളുടെ കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന കണ്ടന്റ് ക്രിയേറ്ററിൽ ഒരാള് ഇടയ്ക്ക് വെച്ചത് നിർത്തി. കാരണം കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുമോ എന്ന ഭയത്തിൽ നിർത്തിയ സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് തന്നെയാണ് ഇത്തരം കണ്ടന്റുകൾ, അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്നതാണ്. നാളെ അവർ വളർന്നു വരുമ്പോൾ ചിലപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരിക്കാം. പിന്നെ പല സ്വഭാവത്തിലുള്ള കുട്ടികളുണ്ടല്ലോ. ചില കുട്ടികൾക്ക് ആളുകളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ ചിലർക്ക് ആളുകളോട് സംസാരിക്കാനും ഇടപഴകാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. പക്ഷെ ഈ ഒരു കൾച്ചർ വരുമ്പോൾ കുട്ടികളുടെ മുന്നിൽ ക്യാമറ വെക്കുകയാണ്, കുട്ടികളെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും. പല വ്യക്തിത്വങ്ങളുള്ള കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല. അപ്പൊ അത് അവർക്ക് നേരെയുള്ളൊരു, അവരുടെ സ്വകാര്യതയ്ക്ക് നേരെയുള്ള, വ്യക്തിത്വത്തിന് നേരെയുള്ള ഒരു ഇടപെടൽ കൂടിയല്ലേ അത് ചെയ്യുന്നത്. സ്നേഹ, ഈ കേരളത്തിലെ മമ്മി ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന കണ്ടന്റുകളിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ പലപ്പോഴും കുട്ടികളെ നിർബന്ധിച്ച് ഇത്തരത്തിൽ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് അവർക്ക് കണ്ടന്റിന് വേണ്ടിയാണ്. ഇപ്പോൾ സ്നേഹ പറഞ്ഞ കണക്ക് ഇപ്പൊ ഈ മിങ്കിൾ ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ആളുകളും ചിലപ്പോൾ സെലിബ്രിറ്റികളായിരിക്കാം. കുട്ടികൾക്ക് അത് സെലിബ്രിറ്റികളാണോ എന്ന് അറിയണം എന്നില്ല, വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. വേറൊന്നെന്ന് വെച്ചാൽ ഇപ്പൊ സ്നേഹ പറഞ്ഞല്ലോ, ഇവരെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചും ഈ കുഞ്ഞുങ്ങള് ഇവർക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. എവിടെങ്കിലും വെച്ച് കണ്ടാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ അത് കാണുന്ന പ്രേക്ഷകരെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ, അവർക്കത് ഫെമിലിയർ ആവണമെന്നില്ല. അത്തരത്തിലുള്ള കുഞ്ഞ് വലുതായാലും ഇവരെ കണ്ടിട്ട് ഒന്ന് മോളിൽ കണ്ടിട്ടൊന്ന് മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ ചിരിച്ചില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ജാടയാണ്, അല്ലെങ്കിൽ വ്യക്തിത്വത്തിന് തന്നെ ഒന്ന് ചോദ്യം ചെയ്യുന്ന രീതിയിലായിരിക്കും അവര് ആളുകളുടെ കമന്റുകളും വരിക. അപ്പൊ അത്തരത്തിലുണ്ടാവാം. അതും മെന്റലി പിന്നെയും അവരെ ബാധിക്കാൻ തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇപ്പൊ ഈ ചെറിയ പ്രായത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന എന്ത് കാര്യങ്ങളും സ്വാധീനിക്കാം. നമ്മള്
കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ സ്വാധീനങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പലയിടത്തും അങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുള്ളതാണ്. സ്വാധീനിക്കാം, തീർച്ചയായിട്ടും സ്വാധീനിക്കാം. പിന്നെ അതുപോലെ ഈ സ്ലോ ലൈഫ് എന്നുള്ളതും വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ലേ? അതായത് ഇപ്പോൾ നമ്മൾ തറവാട്ടിലേക്ക് തിരിച്ചു പോകാം, പഴമയിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് വലിയ തറവാടുകളും കുളങ്ങളും വലിയ ആ രീതിക്ക് സമ്പന്നമായ ഒരു കണ്ടന്റാണ് അവർ കാണിക്കുന്നതും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ജാതീയത വരുന്നത്? അത് കുറച്ചുകൂടി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളല്ലേ ഈ കണ്ടന്റുകൾ ചെയ്യുന്നതും? ഈ സ്ലോ ലൈഫ്, ഇത്തരത്തില് സിറ്റി ലൈഫ് മടുത്തു, ഇനി നമുക്ക് പഴമയിലേക്ക് അല്ലെ തറവാട്ടിലേക്ക് അങ്ങനെ പോകാം എന്നുള്ള തരത്തിലുള്ള കണ്ടന്റുകൾ, തറവാട് കാണാം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന കണ്ടന്റുകൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊന്ന് യങ്സ്റ്റേഴ്സ് ആണ് കൂടുതലും വളരെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഒപ്പീനിയനകത്ത് ഭവാനി കുഞ്ഞുലക്ഷ്മി അത് എടുത്തു കാണിക്കുന്നുണ്ട്. ഭവാനി പറയുന്ന ഒരു ഒപ്പീനിയൻ ഇതായിരുന്നു, അതായത് ഇവർ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, തറവാടിലേക്ക് തിരിച്ചു പോകാം, പഴമയിലേക്ക് തിരിച്ചു പോകാം എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ബഹുജനായിട്ടുള്ള മനുഷ്യരെ വളരെയധികം പീഡിപ്പിക്കുകയും അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും അടിമകളാക്കി വെക്കുകയൊക്കെ ചെയ്ത് അതിന്റെ ഫലം അനുഭവിച്ച പൂർവികന്മാരുടെ, സവർണരായ പൂർവികന്മാരുടെ കഥകളെയും ആ കാലഘട്ടത്തെയുമാണ് ഇവർ വീണ്ടും സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് ഭവാനി പറയുന്നുണ്ട് ഒപ്പീനിയനകത്ത്. സ്ലോ ലൈഫിന്റെ കണ്ടന്റുകൾ നോക്കിയാൽ നമുക്കിത് കാണാൻ പറ്റും, വ്യക്തമായി കാണാൻ പറ്റും. അത് സ്ലോ ലൈഫ് എന്ന് പറയുന്ന ജീവിത രീതി അത് പിന്തുടരാൻ ഞാൻ നേരത്തെ ട്രാഡ് വൈഫിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ജീവിത രീതികൾ പിന്തുടരാൻ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യർക്കേ കഴിയുള്ളൂ. അത് ആ പ്രിവിലേജിന്റെ, അവരനുഭവിക്കുന്ന പ്രിവിലേജിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് അത്തരത്തിൽ സ്ലോ ലൈഫായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെന്നാണ് ഞാൻ കണ്ടന്റുകൾ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കിയത്. അത് ആ ഭവാനി പറഞ്ഞ പോലെ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. സ്നേഹി ഇപ്പൊ പറഞ്ഞല്ലോ, ചിലര് തറവാട്ടിലേക്ക് പോകാം, തറവാട് കാണിക്കുന്നത് ഹിന്ദു തറവാടുകളും ക്രിസ്ത്യൻ തറവാടുകളും കാണിക്കുന്ന വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ തറവാടുകളൊക്കെ ആ ഒരു സവർണതയുടെ അടയാളങ്ങളാണല്ലോ ഈ കാണിക്കുന്നതും. ഇത് പറയുമ്പോൾ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ട്രാഡ് വൈഫ് കണ്ടന്റുകളാകട്ടെ, വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാണിക്കുന്ന കണ്ടന്റുകളാകട്ടെ, ഇപ്പൊ പറഞ്ഞ സ്ലോ ലൈഫ്, തറവാടാകട്ടെ, ഇതെല്ലാം ഈ പറയുന്ന സവർണത അല്ലെങ്കിൽ ജാതീയതയാണ് വ്യക്തമായി കാണിക്കുന്നതെന്ന് പറയാൻ പറ്റും. ഇക്കാര്യം നമ്മളോട് ഒപ്പീനിയൻ പറഞ്ഞിരുന്ന ചരിത്രകാരൻ കൂടിയായ വിനിൽ പോളും എടുത്തു പറയുന്നുണ്ട്. വിനിൽ പോൾ അത് പറഞ്ഞത് കുറച്ചുകൂടെ രസകരമായിട്ടാണ്. അതായത് 80കളിലും 90കളിലും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട മോഹൻലാൽ തറവാട്, നായർ തറവാട്, മാടമ്പി കഥകളൊക്കെ പോലെ തന്നെയാണ് ഇവര് വളരെ പ്രോഗ്രസീവ് ആണ്, ഞങ്ങൾക്ക് ജാതി ഇല്ല എന്ന് പറയുന്ന അതേ സമയത്ത് ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ളതാണ് എന്ന് വിനിൽ പോൾ പറയുന്നുണ്ട്. അതിപ്പോ ഈ ട്രാഡ് വൈഫിന്റെ കാര്യത്തിൽ വിനിൽ പോൾ പറഞ്ഞൊരു ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ, പരമ്പരാഗത സ്ത്രീ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ ഇല്ലായിരുന്നു. അത് മിഷണറിമാർ ഇവിടെ വന്ന സമയത്ത് ആദ്യമായി സ്ഥാപിച്ച പള്ളിക്കൂടം, ആ സ്കൂളിന്റെ പേര് തന്നെ ഹസ്ബൻഡ് സ്കൂൾ എന്നായിരുന്നു എന്നും അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ നല്ല ഭാര്യയാകാം. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് വിനിൽ പോൾ പറയുന്നത്, അന്നിവിടെ സംബന്ധങ്ങളാണ്, വിവാഹങ്ങളൊന്നും ഇല്ലായിരുന്നു, സംബന്ധങ്ങളും ബഹുഭാര്യത്വവും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരവരുടെ ഒരു വിക്ടോറിയൻ മൊറാലിറ്റിയുടെ ഭാഗമായിട്ട് എങ്ങനെ നല്ല ഭാര്യയാകാം, എങ്ങനെ നല്ല കുടുംബിനിയാകാം, അത്തരം കാര്യങ്ങൾ ഇവിടെ ഉള്ള മനുഷ്യരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായി ഇവിടെ ഉണ്ടായി വന്നൊരു കാര്യമാണ് ഈ കുടുംബിനി, പരമ്പരാഗത സ്ത്രീ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ കൃത്യമായി നമ്മളിത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ സവർണത നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതായിരിക്കാം, എന്നാലും അതാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അതെ 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 അതെ. ഇപ്പൊ പലപ്പോഴും ഫാമിലി വ്ളോഗ്സും ഇതുപോലെ കൂടുതൽ ആരാധകരുള്ള അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഉള്ള ഒരു കണ്ടന്റ് ആണ്. നമ്മുടെ സൊസൈറ്റിയിൽ കുടുംബം എന്നുള്ളൊരു യൂണിറ്റിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എല്ലാവരുടെ ഫാമിലി ഒരുപോലെയല്ല, എല്ലാവരുടെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കണമെന്നില്ല. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഫാമിലി എന്താണ്, അത് ഒരു കുടുംബം എന്നുള്ളൊരു യൂണിറ്റിനെ എങ്ങനെയാണ് ഇവര് ബ്ലോഗിൽ അവതരിപ്പിക്കുന്നത്, എങ്ങനെയാണ് അത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതെന്നാണ് അനുഷ് മനസ്സിലാക്കിയത്. ഈ നേരത്തെ പറഞ്ഞ എല്ലാത്തരം കണ്ടന്റുകളും ചെന്ന് അവസാനിക്കുന്നത് ഒരു പിക്ചർ പെർഫെക്റ്റ് കുടുംബം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കാണെന്ന് നമ്മൾ ഈ കണ്ടന്റുകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും.
അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം കുടുംബം എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ വളരെ പലതരത്തിൽ ക്രിട്ടിക്കലി നോക്കി കാണുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ക്യൂർ സമൂഹമൊക്കെ കുടുംബം എന്ന് പറയുന്നതിൻ്റെ ഇപ്പൊ സ്നേഹ ചോദിച്ചില്ല പെർഫെക്റ്റ് കുടുംബം എന്താണെന്ന്. ഇത്തരം കണ്ടന്റിലൂടെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് സ്ത്രീ പുരുഷ അധിഷ്ഠിതമായ കുടുംബങ്ങളെയാണ്. സ്ത്രീയും പുരുഷനും ലീഡ് ചെയ്യുന്ന കുട്ടികളുള്ള കുടുംബങ്ങളെയാണ്. പക്ഷേ നമ്മൾ ക്യൂർ കമ്മ്യൂണിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ ഫോർമുലയൊക്കെ പൊളിച്ചെടുക്കുന്ന തരത്തിൽ വേറൊരു തരത്തിലേക്ക് അവർ കുടുംബത്തെയൊക്കെ റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. ക്യൂർ കമ്മ്യൂണിറ്റിന്റെ അതൊന്നും ഒരു തരത്തിലും കണ്ടന്റുകളാകുന്നില്ല എന്നുള്ളത് തന്നെ പറയാം അല്ലെ. സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തില് കുടുംബമായി ജീവിക്കുന്നവർ ചെയ്യുന്ന പബ്ലിക്കലി പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് അടിയിൽ വരെ വളരെ മോശമായ കമന്റ്സ് ഒരു സൈഡിൽ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇത്തരത്തില് ലിംഗ അധിഷ്ഠിതമായ ജെൻഡർ റോൾസ് കൃത്യമായി പറഞ്ഞ് നിർണയിച്ച് പുറമേ വീഡിയോ വരുന്ന കുടുംബങ്ങൾ വളരെ അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളത് ട്രാഡ് വൈഫിന്റെ കാര്യത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള നല്ല കുടുംബിനി, നല്ല അമ്മ കൺസെപ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് ഓരോ ആഘോഷങ്ങളും, ഈ വിവാഹം ആവട്ടെ പ്രഗ്നൻസി ആവട്ടെ, ഇത്തരം ആഘോഷങ്ങളിലെല്ലാം അതിന്റെ എല്ലാം ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഇവരെ അവതരിപ്പിക്കുന്നത് ഈ കുടുംബം എന്ന് പറയുന്നതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന കണ്ടന്റുകളാണ്. അപ്പൊ അതില് ചില ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ഭർത്തൃ കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹത്തെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ കമന്റ്സ് നോക്കിയാൽ കാണാൻ പറ്റും. ഇവരാരും കൂട്ടുകുടുംബമായിട്ടൊന്നും താമസിക്കുന്നതൊന്നും ആയിരിക്കത്തില്ല. പലപ്പോഴും ഒക്കേഷണലി ഒക്കെ ആയിരിക്കാം ഇവരുടെ പാർട്ട്നേഴ്സിന്റെ, അതായത് ഭർത്താവിന്റെ പേരൻസോ അല്ലെങ്കിൽ ഇവരുടെ പേരൻസോ ഒക്കെ ചിലപ്പോൾ ഒക്കേഷണലി ഒക്കെ ആയിരിക്കാം വരുന്നത്. അപ്പം നമ്മൾ കാണുന്നത് അന്നൊരു ദിവസം ഇവർ സ്പെൻഡ് ചെയ്യുന്ന സ്നേഹം മാത്രം ഉള്ള നിമിഷങ്ങളാണ്. ഇതിവിടെ വളരെ ഗ്ലോറിഫിക്കേഷൻ നടക്കാറുണ്ട്. കണ്ടോ, അവരെ അത് ഇത്ര നല്ല രീതിയിൽ ആ സ്ത്രീയെ വളർത്തിയത് കൊണ്ടാണ് അവരവരുടെ ഭർത്താവിന്റെ വീട്ടുകാരോട് നന്നായി പെരുമാറുന്നത് എന്നൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നത് നമുക്ക് കാണാം. കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വൈരുദ്ധ്യം. കാരണം ഭർത്താവിന്റെ വീട്ടില് പീഡനങ്ങൾ കാണണം. റീസെന്റ്ലിയും 2 സ്ത്രീകൾ കുട്ടികളുമായി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ വായിച്ചൊരു സ്ഥലമാണ്. ഗാർഹിക പീഡനങ്ങൾ, സ്ത്രീധന പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ പോകുന്നതനുസരിച്ച്. അത്തരത്തിലൊരു സ്ഥലത്തിരുന്നുകൊണ്ട് ഫുള്ള് ക്യാമറയും അതിന്റെ ടെക്നിക്കൽ സൈഡ് ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ഈ സ്ത്രീ ഇവരുടെ ഭർത്താവിന്റെ വീട്ടുകാരെ നന്നായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ബാക്കിയുള്ള സ്ത്രീകളെല്ലാം ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാമൂഹിക അവസ്ഥയിലാണോ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. അത്തരത്തിൽ കുടുംബത്തിന് വളരെ വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന കണ്ടന്റുകളാണ് പ്രൊമോട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായിട്ട് കുടുംബ വ്യവസ്ഥയിൽ സ്ത്രീകൾ അനുഭവിച്ച അടിച്ചമർത്തലുകളെ എല്ലാം ഒരു സൈഡിൽ ഹൈഡ് ചെയ്തിട്ട് പുറമെ കാണിക്കുന്നത് വളരെ സന്തുഷ്ടമായ കുടുംബത്തെയാണ് ഇവർ പുറമെ അവതരിപ്പിക്കുന്നത്. ഇത് വളരെ പ്രശ്നമുണ്ടാക്കുന്നത്, സമൂഹത്തിൽ വേറൊരു തരത്തിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ കുടുംബം എന്താണ് ഇങ്ങനെ അല്ലാത്തതെന്ന് തോന്നുക. പിന്നെ ഇവർ കാണിക്കുന്ന കുടുംബങ്ങളിലൊന്നും പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളില്ല. വളരെ സ്നേഹം മാത്രം ഉള്ള കുടുംബങ്ങളെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മളുടെ ഒന്നും കുടുംബങ്ങളിൽ അങ്ങനെയല്ല. നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ വ്യക്തികളാണ്. കുടുംബത്തിനപ്പുറം ഓരോ വ്യക്തിക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കാണും, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അങ്ങനെയാണ് ആ സിസ്റ്റം മുന്നോട്ട് പോകുന്നത്. പക്ഷേ കാണിക്കപ്പെടുന്ന കണ്ടന്റുകൾ വഴി കാണിക്കപ്പെടുന്ന കുടുംബങ്ങളെല്ലാം പരസ്പരം വളരെ സ്നേഹവും സന്തോഷവും മാത്രമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പിക്ചർ പെർഫെക്റ്റ് കുടുംബമാണ് അവർ കാണിക്കുന്നത്. ഏത് ആഘോഷം, അത് എനിക്ക് വളരെ രസകരമായി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആഘോഷിക്കുന്ന എല്ലാ ആഘോഷങ്ങളും, ഓണം ആവട്ടെ, ക്രിസ്മസ് ആവട്ടെ, ഈസ്റ്റർ, അങ്ങനെ റംസാൻ ഒക്കെ കഴിയുമ്പം ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാം ആ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വേഷഭൂഷാദികളൊക്കെ ധരിച്ച് ഒരു പിക്ചർ പെർഫെക്റ്റ് കംപ്ലീറ്റ് ഫാമിലി ആയിട്ടുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താണ് അവർ ആ ഫൈനൽ ഡേയിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്താണ് അവരുടെ ആ കുടുംബം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ വീണ്ടും ഗ്ലോറിഫൈ ചെയ്യുന്നത്. ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല അമ്മ, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ, അങ്ങനത്തെ കൺസെപ്റ്റുകൾ, നല്ല കുടുംബം എന്നൊക്കെയുള്ള കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, കൃത്യമായി പ്രൊഫഷണലി അല്ലെങ്കിൽ ടെക്നിക്കലി ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്ത് പുറമെ വിടുന്ന ഒരു റീലാണ്, അല്ലെങ്കിൽ ഇതൊരു
ഒരു സ്വകാര്യ ജീവിതം, പൈസ കിട്ടുന്ന വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗത്തിന് വേണ്ടിയിട്ട് പബ്ലിക്കായി പ്രദർശിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ആ പബ്ലിക്കായി പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു അഭിനയം പോലെ കാഴ്ചവെക്കുന്ന ഒരു സാധനമാണ്. അല്ലാതെ അത് യഥാർത്ഥത്തിൽ ജീവിതമല്ല എന്ന് കാണുന്ന നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം നിൽക്കുന്നത് എന്നാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ കമന്റ്സും അങ്ങനെ ആ രീതിക്കല്ലേ വരൂ. കമന്റ്സ് വരുന്നത് നേരെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെയല്ല, നിങ്ങൾ കുറച്ചുകൂടിയും സന്തുഷ്ടരാണ് എന്നാണ്, ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് അവർ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണത്. അത് ഞാൻ ആർട്ടിക്കിൾ നിർത്തുന്നത് തന്നെ അങ്ങനെയാണ്. ഇത് അവർ അഭിനയിച്ച് തീർക്കുന്ന റിയൽ ലൈഫും നമ്മളുടെ ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കേണ്ട റിയൽ ലൈഫുമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധം കാണുന്നവർക്കും ഉണ്ടാവുന്ന സമയത്തെ നമുക്ക് ഈ കമ്പാരിസൺ പ്രശ്നം അല്ലെങ്കിൽ അത് ഓർത്തുള്ള വിഷമം ഇല്ലാതാവുള്ളൂ എന്നാണ് ഞാൻ ആ ആർട്ടിക്കിൾ നിർത്തുന്നത് തന്നെ. തീർച്ചയായിട്ടും അനിഷ, അപ്പോൾ കേരളത്തിൽ പല മേഖലകളിൽ സ്ത്രീ മുന്നേറ്റം അടയാളപ്പെടുത്തപ്പെട്ടൊരു പുതിയ കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ആ നിലയിൽ പുതിയ കാലത്തിന്റെ ഒരു ചിഹ്നമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീകളെ വീണ്ടും അടുക്കളയിലേക്ക് പറഞ്ഞയക്കുന്ന, ഇതാണ് നിന്റെ ജോലി, ഭർത്താവിനെ പരിചരിക്കലും കുട്ടിയെ പരിചരിക്കലുമാണ് നിന്റെ ജോലി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഈ പുതിയ കണ്ടന്റുകൾ. അത് മറ്റൊരിടത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അനിഷ ചെയ്ത ഈ ലേഖനം കൂടുതൽ വായിക്കപ്പെടുകയും അനിഷ ലേഖനത്തിന് ഉന്നയിച്ച വിമർശനങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും വേണം.